ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റും മഴയും വെള്ളമൊക്കെ കയറി കിടന്നുകൊണ്ട് എങ്ങും പോകാൻ പറ്റാതെ കാത്തുക്കുട്ടൻ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്നൊരു അവസരം കിട്ടിയത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴിയേ പറഞ്ഞുതരാം. ആൾ ഭയങ്കര റെഡിയായി തയ്യാറായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയപ്പോൾ അറിയുന്ന മുറ്റത്തെല്ലാം വെള്ളമാണ്. ആളിങ്ങനെ പെട്ടിരിക്കുക. അപ്പോൾ ഞാൻ പിന്നെ പയ്യെ എടുത്തപ്പോഴൊക്കെ മിക്കും ഞങ്ങളുടെ കൂടെ വരാനായിട്ട് ഇറങ്ങി. ആളിച്ചിരി മടിയനായതുകൊണ്ട് വെള്ളത്തിൽ നീന്താൻ കഴിയത്തില്ലാത്തതുകൊണ്ടും അവൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവർക്കും ടാറ്റ കൊടുത്തിട്ട് പയ്യെ ഇറങ്ങി. പോകുന്നതിൻ്റെ സന്തോഷമാണോ അതോ ഇനി എന്താണെന്നറിയില്ല, ഭയങ്കര കാറ്റും മഴയും അന്നേരം തുടങ്ങി കേട്ടോ. കുടയെടുത്തത് കൊണ്ട് ഭാഗ്യം, നനയാതെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കാത്തും മിക്കവാറും നനഞ്ഞു കേട്ടോ. വെള്ളത്തിൽ കൂടെ നീന്തി എത്തിയപ്പോഴത്തേക്കും ഒരുമാതിരി നല്ല രീതിയിൽ നനഞ്ഞു. പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലം ഇതാണ്, അംഗനവാടിയിലേക്കാണ് പോകുന്നത്. കാത്തുക്കുട്ടന് അംഗനവാടി ഇരിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ അവിടെ എപ്പോഴും പോകുന്നതുകൊണ്ട് അവിടുത്തെ പ്രവേശനോത്സവത്തിൻ്റെ ടീച്ചർ ഞങ്ങളെയും വിളിച്ചിരുന്നേ. കാത്തുക്കുട്ടന് ഗർഭിണിയായ അന്ന് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചർ വിളിച്ച് പറയുന്നത് കൊണ്ടേ ഇവിടുത്തെ എന്ത് കാര്യം വന്നാലും ഞങ്ങളെ ക്ഷണിക്കും. അപ്പം ഞങ്ങളും പോകും കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ടീച്ചറും പഴയ കുട്ടികളും എല്ലാം കൂടെ ചേർന്ന് അവിടെ എല്ലാം പിള്ളേരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാത്തുക്കുട്ടനാണെങ്കിൽ ചെന്നപ്പോൾ ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് ടീച്ചർ അവിടെ ഇരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു തന്നു. അപ്പോൾ ഇവളെ മാത്രമല്ല, ഇവളെ കൂടാതെ കുറേ പിള്ളേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാത്തുക്കുട്ടനായിരുന്നു വന്നതിൽ ഏറ്റവും ചെറുത് കേട്ടോ. കാത്തുക്കുട്ടന് 2 വയസ്സായതേ ഉള്ളൂ. എഴുത്തിനിരുത്തിയിട്ടില്ല. എഴുത്തിനിരുത്തി കഴിയുമ്പോൾ ഞങ്ങൾ പോകുന്ന അംഗൻവാടിയും ഇത് തന്നെയാണ്. അധികം താമസിക്കാതെ തന്നെ നമ്മുടെ മഴയൊക്കെ അതിജീവിച്ചതേ നമ്മുടെ മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കാര്യപരിപാടികളിലേക്കൊക്കെ തുടങ്ങുവാണ്. ടീച്ചറിൻ്റെയും പഴയ വിദ്യാർത്ഥികളുടെയൊക്കെ കൂടെ ചേർന്ന് ഈശ്വര പ്രാർത്ഥനയോടെ കാര്യങ്ങളൊക്കെ നടന്നു. ടീച്ചർ കുട്ടികൾക്കെല്ലാം മുട്ടായൊക്കെ വിതരണം ചെയ്തു. ഓരോ കാര്യങ്ങളും അവരെ അംഗൻവാടിയുടെ പ്രവർത്തനം അങ്ങനെയുള്ള കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതിൻ്റെ ഇൻസ്പെക്ഷനായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നത്. അവരെയും വളരെയധികം സ്വീകരിച്ചു ഞങ്ങൾ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്ന് അംഗനവാടിയിലെ പ്രവേശനോത്സവം അതിമനോഹരമാക്കി വന്നവർ അംഗനവാടിയിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പം ഇത് മാത്രമല്ല, അവിടെ പഠിച്ച് പോയ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് സമ്മാനങ്ങളും അവർക്ക് സർട്ടിഫിക്കറ്റും ഒക്കെ വിതരണം നടത്തി. അതുമാത്രമല്ല, ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഗിഫ്റ്റ് വിതരണം ഒന്നുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി. ഞങ്ങൾ എഴുത്തിനിരുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്കും ആ കൂട്ടത്തിൽ ഒരു ചെറിയ ഗിഫ്റ്റ് ഞങ്ങൾക്കും കിട്ടി. സമ്മാന വിതരണത്തിന് ഇടയ്ക്ക് തന്നെ ടീച്ചർ എല്ലാവർക്കും പായസം വിതരണം ചെയ്തു. അന്ന് ജോയിൻ ആയ കുട്ടികളെല്ലാം അവിടെ ഇരുന്ന്. കാത്തുക്കുട്ടൻ ചേരാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിൽ വന്ന ഉടനെ അവൾ ആദ്യം അന്വേഷിച്ചത് അവൾക്ക് കിട്ടിയ സമ്മാനമാണ്. വന്ന പാടെ അതെല്ലാം പെറുക്കി താഴെയിട്ട് എല്ലാം എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുമായിരുന്നു കേട്ടോ. ഈ ഉത്സാഹവും പഠനത്തിനും കണ്ടാൽ മതിയായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. വന്ന പാടെ അതെല്ലാം എടുത്ത് അച്ഛമ്മേനെയും അച്ഛച്ചനെയും എല്ലാവരെയും അത് കാണിച്ച്. ഈ കൂട്ടത്തിൽ പെൻസിലും സ്കെച്ച് പെന്നും ഒക്കെ ആൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഭിത്തിയിൽ അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ട്. ഇത് കൂടാതെ ഒരു കളറിംഗ് ബുക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ അംഗനവാടിയിലെ പ്രവേശനോത്സവ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.